ವಣಕ ನಮ್ತೂರು ಸೇರಿಗ ನವಳಿಗಿರಿ ಆದಿವಾಸಿಗಳತ್ತು ಪಾಡುಪಟ್ಟು ವರ್ಗದರ್ತು ಭೂಮಿದಿ ಕಾಟನೆ ಸೆಲಿಯದ್ದಾತಿ ಬಂಧಪಟ್ಟ ಫಾರೆಸ್ಟ್ ಅಧಿಕಾರಿಗೆ ನಡವಳಿಕೆ ಎಡುಕೊಂಡೊಂದು ಕೇರಳ ಆದಿವಾಸಿ ಕಾಂಗ್ರೆಸ್ ಆಳ್ಗ ಬೊಮ್ಮೆಂಬಡಿ ಫಾರೆಸ್ಟ್ ಸ್ಟೇಷನ್ ಮಿನ್ನುಕು ಸಮರ നടത്തിനാറ് സമരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് പളനിസ്വാമി തുടങ്ങിവിത്തെ ആദിവാസികൾക്ക് ഭൂമി ആദിവാസികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് சொன்ன കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആദിവാസി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നന്ദി சொன்னார் പുതൂർ ആദിവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുമാർ അഗളി ആദിവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഈശ്വരൻ ധാന്യം പുതൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ജോൺസൺ മുരുകൻ പാലൂർ ഇവരെല്ലാവരും ഇതിൽ പേശിനാർ ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് നാം ഇന്ന് ആദിവാസികൾ അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പുള്ള വെപ്രാളമാണ് ഇന്ന് ആദിവാസികൾ അട്ടപ്പാടിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് തലത്തിലുള്ള അനേക പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ടോ എങ്കിലും ആദിവാസികൾക്ക് ഇവിടെ സംരക്ഷണമില്ല. ആദിവാസി ഭൂമി തിരിച്ചു നൽകണം, ആദിവാസി ഭൂമി സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് അനേക പദ്ധതികൾ, പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള സംരക്ഷണം ആദിവാസികൾക്ക് നൽകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പാർകോടിൽ കണ്ടത് ആദിവാസി ഭൂമിയിൽ നിന്ന് മരം മുറിച്ച്, അതായത് എല്ലാ 2012 വരെയുള്ള പേപ്പർ റെഡി, എല്ലാം ക്ലിയറാണ്. ആ ഭൂമിയിൽ ആദിവാസി കൈകേറി എന്ന് പറഞ്ഞുകൊണ്ടാണ് കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ളത്. ഇതൊന്നും അനുവദിക്കാനായിട്ട് പറ്റുകയില്ല. ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ്. ആദിവാസി അട്ടപ്പാടിയിൽ ആദിവാസി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടം വിട്ട് ആദിവാസിക്ക് എങ്ങോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ആദിവാസികൾക്ക് സംഗമന GSS പേര് ചൊല്ലി അട്ടപ്പാടി തീർക്ക ആദിവാസി പഠിക്ക പിള്ളകളെ വെളി പല ജില്ലകൾക്ക് കൊണ്ടുപോകുന്നത് തപ്പുന്നത് ഗിരിജൻ സേവാ സമിതി. ഇരുള മുടുക കുറുമ്പ ഈ 3 ജാതിക്കാരെല്ലാരും சேர்ந்திருக்க സംഘത്തെ GSS, அதாவது கிரிஜன் சேவா சமிதி. ഈ സംഘ പല നല്ല രഹസ്യകര ആദിവാസികൾക്കെതിരെ നടക്ക എത്തനെയോ പ്രശ്നങ്ങളെ തട്ടിക്കേട്ടിരിക്കാറ്. ഇന്ന് അട്ടപ്പാടി പല ഭാഗത്തും GSS പ്രവർത്തകർಗ ഇരിക്കാറ്. போன வாரம் அட்டப்பாடி ஆதிவாசி பிள்ளைகளை வேற ஜில்லகளுக்கே படிக்காக்கு கொண்டுപോയി விடுகாது ஆதிவாசி சங்கத்திற்கு ஆளுதே அச்சாந்து சேனல் பிரஸ்தே ഈ செய்திനെ வெளியே கொண்டு வந்தாரு. ஆனா சேனல் பிரஸ்க்கு சொல்லியிருக்க ஆளு நான் GSS ஓட பிரசிடண்டும் பல வருஷமா பிள்ளைகளை நான்தே வெளியே கொண்டு போயிருக்கேன் അച്ചാന്ത് சொல்லியிருக்கேன். ഇത് ഏത് മാനേജ്മെന്റ് ആണ്? സിസ്റ്റർമാർ മഠത്തിൻ്റെതാണ്. നമ്മളിവിടെ ഇവർ ഇത്ര ആൾ വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഒരാൾ കൊണ്ടുപോയി ചേർത്തത്. നിങ്ങൾക്ക് ഇതിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞാനിത് വർഷങ്ങളായി പണ്ട് തിരുവനന്തപുരത്ത് ITDP 3 ബസ് അങ്ങനെ പോയിക്കൊണ്ട് വന്നുകൊണ്ട്. താങ്കൾ എവിടെയും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ഫാമിംഗ് സൊസൈറ്റിയിൽ. എന്താ പേര്? രംഗസ്വാമി. ഫാമിംഗ് സൊസൈറ്റിയിലെ ജീവനക്കാരനാണ്. ഇവരുമായിട്ട് എങ്ങനെയാ ബന്ധം, ഈ മാനേജ്മെന്റുമായിട്ട്? മാനേജ്മെന്റ് അത് വർഷങ്ങളായി. ഇന്നല്ല ഒരു ദിവസം എന്റെ മകൾ ആദ്യ സീങ്കരെ കൊണ്ടുപോയി ചേർത്തി. ആദ്യം സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. അപ്പൊ അവിടെ സ്ഥലമല്ല എന്ന് പറഞ്ഞപ്പോൾ കൂട്ടരക്കല്ല സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ് ശരി അവിടെ കൊണ്ട് ചേർത്തിക്കോളി എന്ന് പറഞ്ഞിട്ട് ആദ്യം 3 കുട്ടികളെ ചേർത്തി. പിന്നെ അത് ചേർത്തി വരുമ്പോൾ ഇവരുടെ മുഖേന പിന്നെ അങ്ങനെ പരിചയം. അപ്പൊ പരിചയയുടെ മുകളിൽ ഇങ്ങനെ എല്ലാവരും എന്റെ കുട്ടി ഉടനെ കൊടുക്കുന്നുള്ള ആഗ്രഹം. പിന്നെ മടായത് കൊണ്ട് പെൺകുട്ടികളല്ലേ അവിടെ എല്ലാം സുരക്ഷിത 10 വരെ നമ്മുടെ ഇതിലുണ്ട്. ഇതില് നിങ്ങൾ സേവനം ചെയ്യണം അവർക്ക്? നമ്മുടെ സേവനം, ആദിവാസി സമൂഹ സേവനം. ഞാൻ GSSന്റെ പ്രസിഡന്റ്. ഇതിന്റെ മുതലേ സേവനം ഉള്ളതാണ്. ഇവര് മറ്റേ മാനേജ്മെന്റുകാർ ഇതിന്റെ ചെലവിലേക്കുള്ള കാശൊക്കെ തരുമോ? അത് ഗ്രാന്റ് കിട്ടുന്നത് ഇവർക്ക് ചെലവ്. അവർക്ക് അല്ലെ കുട്ടികളെ കൊണ്ടുപോകുന്നതിനും വരുന്നതിനും ആദിവാസികൾക്ക് സംഗമന GSS പേര് ചൊല്ലി ഇച്ഛാസേക ആൾക്കെതിരെ നടപടിക്ക് എടുക്കണമെന്ന് ഇപ്പർക്ക പ്രസിഡന്റ് UC കുഞ്ചൻ சொன்ன. അട്ടപ്പാടിയിലെ ഇർള മുടുക കുറുമ്പ എന്നീ 3 വിഭാഗം ആദിവാസികളുടെ സാമുദായിക സംഘടനയാണ് ഗിരിജൻ സേവക സമിതി അട്ടപ്പാടി. നിലവിൽ പ്രസിഡന്റ് ഞാനാണ്. എൻ്റെ പേര് UC കുഞ്ചൻ. ജനറൽ സെക്രട്ടറി നക്കപ്പതിലിരിക്കുന്ന രംഗൻജി. വൈസ് പ്രസിഡന്റ് അട്ടപ്പാടി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയിലെ ഒരു രംഗസ്വാമിയാണ്. പിന്നെ മറ്റ് ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉണ്ട്. നിലവിൽ അട്ടപ്പാടിയിൽ സർക്കാരിൻ്റെ വിവിധ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നാനാവിധ സൗകര്യത്തോടു കൂടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് കുട്ടികളെ മറ്റുള്ള ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നത് വാസ്തവവിരുദ്ധം തന്നെയാണ്. അതിന് GSS സംഘടന നാളിതുവരെ ചെയ്തിട്ടുമില്ല, ഇനി
ചെയ്യാൻ ഉദ്ദേശിക്കണമില്ല. നമ്മൾ അട്ടപ്പാടിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് മാർഗദർശനങ്ങൾ നമ്മൾ കൊടുത്തു വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി വേണ്ട നടപടി ഉണ്ടാകേണ്ടതുമാണ്. അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ പാവങ്ങളായ ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് സഹായിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്ന പ്രവണത തന്നെ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. അട്ടപ്പാടി തീർക്ക ബാലവാടികൾത്തി പിള്ളേകൾക്ക് വേണ്ട സൗകര്യങ്ങളും അതുപോലെ ഊരുകൾത്തി പിള്ളേകൾക്ക് തന്തേന്തായത് തലമീതി ഒരു നല്ല വെൽഫെയർ കമ്പനിയും എടുത്ത് ഇനി പിള്ളേകൾക്ക് ഒരു കുറെ വരാതെ പാപ്പയും മുന്ത് അഗ്ലി ICDS ഓഫീസ്ക്ക് വന്ന ICDS ജില്ലാ സൂപ്രണ്ടും പ്രോഗ്രാം ഓഫീസറും சொன்னார். ഗ്രൂപ്പ് എൻക്വയറിയാണ് നടത്തിയത്. അത് ഗ്രൂപ്പ് എൻക്വയറിയിൽ നിന്ന് അവരെ ഒന്ന് റാൻഡം ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ കറക്റ്റ് എല്ലാ അംഗനവാടിയിലും എത്ര ഗോൾഡ് സ്റ്റോക്ക് ഉണ്ട്, റേഷൻ സ്റ്റോക്ക് ഉണ്ട്, കറക്റ്റ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം ഞങ്ങൾക്ക് റാൻഡം ചെക്ക് ചെയ്യണം. റാൻഡം ചെക്ക് ചെയ്ത് ഓൺ ദ സ്പോട്ട് നോക്കി ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയുണ്ട് എങ്ങനെ സാഹചര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി വെച്ച് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രോഗ്രാം ഓഫീസർ തന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇനി മിക്കവാറും ഇന്ന് തന്നെ ഞങ്ങളൊരു ഫാക്സ് കൊടുക്കുന്നതാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കറക്റ്റ് ആക്ഷൻ എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഡിസിപ്ലിനറി ആക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അതന്നെയാണ് ഞാൻ സിവിയർ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ചെയ്യാം, പിന്നെ അത് റാറ്റിഫിക്കേഷൻ എടുക്കാം. ബട്ട് നമ്മളെ ഇപ്പൊ ഇത്രയും സാവകാശം വന്ന സ്ഥിതിക്ക് അത് ഡയറക്ടർ തന്നെ വേണം. അതെ, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഡയറക്ടർ മുകളിലുള്ള ആൾക്കാരെ നമുക്ക് നാളെ മറ്റേ അടുത്ത ദിവസം ആളുകളെ മുൻവിധിയോടെ കാണുന്നില്ല. എന്നിരുന്നാൽത്തന്നെ സൂപ്പർവൈസേഴ്സിന് രാഷ്ട്രീയ തലത്തിലും മറ്റു പല രീതിയിലും ഏത് ഭാഗത്തു നിന്നാണ് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത്, ആരാണ് ഇതിന് ഉത്തരവാദികൾ, അത് നമ്മൾ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അത് നമ്മൾ ഏത് രീതിയിലാണ് അത് ആ രീതിയിലേക്ക് നീങ്ങിയത് എന്നുള്ളത് തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ ഞങ്ങൾ കാണും, അല്ലെങ്കിൽ അതിന് ആക്ഷൻ എടുക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ യൂത്ത് വിങ്ങിന്റെ ഈ മൂവ്മെന്റ് സന്തോഷമാണ് കേട്ടോ. എന്നുവെച്ചാൽ എന്ത് തന്നെയായാലും ഒരു അംഗൻവാടി എന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിലുള്ള 1-2 ഓഫീസേഴ്സ് ഒന്നും ആവുന്നില്ല. ആ ചുറ്റുപാടുള്ള വെൽഫെയർ കമ്മിറ്റി തന്നെയാണ് അംഗൻവാടിയിലുള്ള ഏതൊരു എന്താ പറയാ അതിന്റെ സ്ട്രെങ്തനിങ്ങിനെ പറ്റിയത്. വാർഡ് മെമ്പർ അടങ്ങുന്ന കമ്മിറ്റി ഉണ്ട്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ നോക്കാൻ ഉത്തരവാദികളായിട്ടുള്ളവര് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുന്നത് വെൽഫെയർ കമ്മിറ്റി തന്നെയാണ്. അത് ഓരോ അംഗനവാടിയും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ബ്ലോക്ക് പ്രസിഡന്റ് ഞങ്ങൾ കണ്ടിട്ട് തന്നെ പോകുള്ളൂ. അപ്പൊ അദ്ദേഹത്തിനോട് കൂടെ ഞങ്ങൾ പറയും. CPI അട്ടപ്പാടി മണ്ഡല പൊതുക്കൂട്ട അഗളിതി തുടങ്ങിനാർ. പൊതുക്കൂട്ട 2 നാളേക്ക് നടക്കും. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി KE ഇസ്മായിൽ തുടങ്ങി വെച്ച കൺവീനർ C രാധാകൃഷ്ണൻ, CPI സംസ്ഥാന കൗൺസിൽ മെമ്പർగా ജോസ് ബേബി, സുരേഷ് രാജ്, ഈശ്വരി രേശൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർగా T സിദ്ധാർത്ഥൻ, S ശിവദാസൻ ഇവരെല്ലാരും ഇത് പേശിനാർ. İnkılap zindabad! İnkılap zindabad! İnkılap zindabad! İnkılap zindabad! 21 Parti Kongres zindabad! 21 Parti Kongres zindabad! Ekta Sachigal zindabad! Ekta Sachigal zindabad! Ekta Padaga zindabad! Ekta Padaga zindabad! İnkılap zindabad! İnkılap zindabad! İnkılap! സമ്മേളനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലത്തും നടക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ സമ്മേളനങ്ങൾ മണ്ഡല സമ്മേളനങ്ങൾ വിഭാഗം തീരാറായി. ഇനി 2-3 സമ്മേളനങ്ങളാണ് ബാക്കിയുള്ളത്. ബാക്കി സമ്മേളനങ്ങൾ കഴിഞ്ഞു നല്ല സമ്മേളനങ്ങളായിട്ടാണ് മണ്ഡലത്തിലെ പാർട്ടി മെമ്പർമാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അപൂർവം ചില അസുഖം കൊണ്ടോ ചില അത്യാവശ്യം കൊണ്ടോ വരാൻ കഴിയാത്തതിനാൽ ബാക്കി എല്ലാവരും 2 ദിവസം പൂർണ്ണമായ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അനുഭവമാണ് നമുക്കുണ്ടായിരുന്നത്. പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ വാശി, ആവേശം ആ സമ്മേളനങ്ങൾ നടത്തുന്ന പ്രകടമായ അനുഭവം ഞങ്ങൾക്ക് പല സ്ഥലത്തുണ്ടായി. കാരണം നമ്മുടെ പാർട്ടി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം 2008 ഹൈദരാബാദ് വെച്ചാണ് നമ്മുടെ 20ാം പാർട്ടി കോൺഗ്രസ് ചേർന്നത്.
അത് കഴിഞ്ഞ് 21ാം പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ 2012 മാർച്ച് മാസത്തിലാണ്. 4 വർഷം പൂർത്തിയാകുന്നു. ആ 4 വർഷക്കാലത്തിനകത്ത് ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് ഇന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രതിഫലനം നമ്മുടെ പ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ടാവും. നമ്മൾ നാട്ടിലെ സ്ഥിതിഗതികൾക്കനുസരിച്ച് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിയ അനുഭവങ്ങളും ആവേശങ്ങളും ഉള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ 2008 പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെടുത്ത പ്രവർത്തനങ്ങൾ, അതിലൂടെ നമുക്കുണ്ടായിട്ടുള്ള ഒരു പൊതുജന സ്വാധീനം, ശക്തി, അതെല്ലാം തെളിയിക്കുന്ന നിലയിലായിരുന്നു നമ്മുടെ 19-20 തീയതികളിലാണ് അഗളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച്, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നമ്മുടെ മണ്ഡല സമ്മേളനം ചേർന്നത്. അതിനുശേഷം 2 കൊല്ലത്തെ പ്രവർത്തന റിപ്പോർട്ടും അതേപോലെ പാർട്ടിയുടെ 21ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളുടെ ക്രോഡീകരിച്ച ചർച്ചയും 2 ദിവസം നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നമ്മളിവിടെ സമ്മേളിക്കുകയാണ്. അട്ടപ്പാടി ಎಂಡೋಸಲ್ಫಾನ್ ಬಾಧಿಸಿರುವುದು ಆರೋಗ್ಯ ವകുപ്പ് റിപ്പോർട്ടോட അടിസ്ഥാനത്തിൽ അട്ടപ്പാടി നല്ല മുறைയ പരിശോധന നടത്തണമെന്ന് MSF സംസ്ഥാന കമ്മിറ്റി തലമിതി കേട്ടിരിക്കാറ്. അട്ടപ്പാടി ಎಂಡೋಸಲ್ಫಾನ್ ನೋವು വന്നവർക്ക് മുതൽ സഹായം പണിനത് MSF. ഗവൺമെന്റ് ഭാഗത്തിരുന്നും ಎಂಡೋಸಲ್ಫಾನ್ ನೋವು വന്നവർക്ക് സഹായം പണണമെന്ന് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പഴേരി ബഷീർ சொன்ன. മുസ്ലിം ലീഗ് പ്രസിഡന്റ് PK ഫിറോസ്, മുസ്ലിം ലീഗ് നേതാവ് CB ബാബൂട്ടി, VM ലത്തീഫ്, ഹംസൌട്ടി ഇവരെല്ലാവരും സഹായം കൊടുത്തതിരുന്നാറ്. അട്ടപ്പാടിയിൽ വിവിധ ഭാഗങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ എൻഡോസൾഫാൻ ദുരിതരായി വളരെയധികം ആളുകളുണ്ട്. കാസർഗോഡ് മാത്രമാണ് എൻഡോസൾഫാൻ ദുരിതരായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. എങ്കിലും അട്ടപ്പാടിയിലും ഇതിന്റെ എൻഡോസൾഫാൻ ബാധിതരായി കുറെ ആളുകൾ അംഗവൈകല്യത്തോടുകൂടി മറ്റും ജീവിക്കുന്നതായി കാണുന്നുണ്ട്. ഗവൺമെന്റിന്റെ ധനസഹായം മിക്കതും കിട്ടുന്നത് കാസർഗോഡ് ഭാഗങ്ങളിലുള്ള ദുരിതബാധിതർക്കാണ്. അട്ടപ്പാടിയിൽ ഇതുവരെ ഔദ്യോഗിക തലത്തിൽ എൻഡോസൾഫാൻ ദുരിതർ ഉള്ളതായിട്ട് രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. പക്ഷേ അട്ടപ്പാടിയിലെ സാമൂഹിക പ്രവർത്തകരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പഠനം നടത്തിയതിന്റെ ഭാഗമായി പുതൂർ പഞ്ചായത്തിൽ മാത്രം 29ഓളം എൻഡോസൾഫാൻ ബാധിതരെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇവർക്കൊന്നും ഗവൺമെന്റിന്റെ സഹായങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഗവൺമെന്റ് തലത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആണ് അട്ടപ്പാടിയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭ്യർത്ഥന. ദുരിതബാധിതർക്കായി MSF സംസ്ഥാന നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മേലെ ഉമ്മത്തമ്പടിയിൽ കഴിഞ്ഞ ദിവസം നടന്ന എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള ധനസഹായം കൊടുക്കുകയുണ്ടായി. MSFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ നടത്തിവന്ന എൻഡോസൾഫാൻ ബാധിതർക്കുള്ള ധനസഹായത്തിന്റെ ഭാഗമായാണ് അട്ടപ്പാടിയിലെ ഉമ്മത്തമ്പടിയിലും സംരംഭം നടന്നത്.